എൻ്റെ മക്കളെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, വണ്ടർല, വീഗാലാൻഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇതിലൊന്നും കയറ്റിയിട്ടുമില്ല, ഇവരെ അതൊന്നും കണ്ടിട്ടുമില്ല കേട്ടോ. ആകെ പോയൊക്കെ സുഭാഷ് പാർക്കിലാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും വിഷമവും ഫീലിംഗാണ് ഇപ്പോൾ എൻ്റെ മക്കൾക്കും എനിക്കും. വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു ഗതിയും പരഗതിയില്ലാന്ന് കിടന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചി ഞങ്ങളത് വീഗാലാൻഡിലോ വണ്ടർലയിലോ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് ചോദിച്ച്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും, ദേ ആകാണ്ട് അവൾ സ്ഥലവും മേടിച്ചില്ല, പെരയും മേടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് ദേ കൊച്ചുങ്ങളുമായിട്ട് കറങ്ങി നടക്കുകയാണ്, ഐഫോൺ എടുത്ത് അവിടെ വണ്ടർലയിൽ പോകണം, അവിടെ പോകണം, എന്ത് പറഞ്ഞാലും ഞാനത് സഹിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് വലുത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് വണ്ടർലയിൽ പോകാൻ. അത് ഞാൻ സാധിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മളെല്ലാം കയറുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. ലോക്കർ എന്തെങ്കിലും വേണോ? ബാഗ് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഇറങ്ങാനാണ് ഇവർ പറയുന്നത്. ഞാൻ വിചാരിച്ചു നമ്മൾ ഇട്ടോട്ട് ചുരിദാറായിട്ട് ഇട്ടോട്ട് ഇറങ്ങാമെന്നൊക്കെ ഓർത്ത് വേറെ സെപ്പറേറ്റ് ചുരിദാറൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കുഞ്ഞി പാൻറ്റും വെയിനൊക്കെ ഇട്ട് ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഇത് ഏതവസ്ഥയത്ത് എനിക്ക് നാണം വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ നടക്കുന്നു. അപ്പോൾ ചേട്ടാ എനിക്ക് മേടിച്ചിട്ടുണ്ടോ നീളത്തിലൊരു പാൻറ്റും വെയിനും എല്ലാം പറയാൻ എനിക്കറിയാൻ ഭയങ്കര നാണക്കേട് പോലെ. ഇനി ഇതിൻ്റെ പേരിൽ ആൾക്കാരുടെ ട്രോളോ എന്നറിയത്തില്ല. എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായിപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പാൻറ്റുകൊണ്ട് നടന്നിട്ടാണ്. ആ അതെ അതെ അവരൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ശ്രദ്ധിച്ചില്ല ചോദിച്ചാണ്. എന്തായാലും ഞാൻ വിജയം വെള്ളത്തിൽ ചാടുന്ന പരിപാടിയാണ്. ഈ ചേട്ടാക്ക് ഭയങ്കര ആഗ്രഹമാണ് KTVയിലൊക്കെ കയറണം, ആകാശം മുട്ടുന്ന സാധനത്തെ കയറ്റണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എല്ലാത്തിലും കയറ്റിട്ടുണ്ടായിരുന്നു ചേട്ടാ. സുണ്ടന്മാരാണ് ടീഷർട്ട് ഇതൊക്കെ ചുമ്മാട്ട് നിൽക്കുകയാണ്. ഇതിനകത്തൊന്നുമില്ല, പാഴ് സാധനമാണ്. ചുമ്മാ കയറി പിടിച്ച് വെച്ചേക്കാണിത്. ഈ വീഡിയോയ്ക്ക് കൊണ്ട് കയറി പിടിച്ചത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഈ സാധനം ലൂസായി പോകും. അതാണ് ഈ മനുഷ്യൻ്റെ ബോഡിയുടെ ഫിറ്റ്നസ്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിൽ കിടക്കണം. കാണുന്നില്ല അടുത്ത കിട കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ച് ആൾക്കാർ ചുമ്മാ എന്തിന് ചുമ്മാ മര്യാദ നടത്തുന്നപ്പോ ഞാനിതൊന്നും കരയത്തില്ല കേട്ടോ. അത് പറയാം, ഞാൻ കരയത്തില്ല, കാണത്തില്ല. നമ്മൾ അവരോട് പറയുന്നത് ഇതുവരെ ഇവിടെ വരുന്ന ഒറ്റില്ലാത്ത ആളാണ് സുഖിയെന്ന്. ആ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നുള്ളൂ. കാല് ഭയങ്കര പൊള്ളിപ്പോ, ഭയങ്കര പഴുത്തായിരിക്കുന്നത്. ഞാൻ കഷ്ടകാലത്ത് ഞങ്ങൾ ചെരുപ്പിട്ടില്ല. കാരണം റെസ്റ്റ് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി ഒരു റെസ്റ്റ് കൊടുത്തേക്കാണ്. ഇനി വാരിയിട്ട് അലക്കും ഒന്നും കൂടി. ഇവരെ റെസ്റ്റ് കൊടുത്തേക്കാണ് ആൾക്കാർക്ക്. നീയൊക്കെ സമാധാനപ്പെടണം, അടുത്ത കറക്കിന് നിന്നെയൊക്കെ നിന്റെ കുടല പുറത്തു വിടുന്നുള്ള റെസ്റ്റും കണക്കാണ്. ഇപ്പൊ പയ്യനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അടിപൊളി സാധനമാണ് ഈ സാധനം. നമ്മൾ കയറുന്നില്ല, നമുക്ക് പേടിയുണ്ടായിട്ടില്ല. നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് പേടിയൊന്നും, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാതെ നമ്മൾ കയറുന്നു.
ഓടിക്കാൻ അയ്യോ എൻ്റെ പറയുമ്പോ എൻ്റെ കൊച്ചു വാതിലാകുമോ ഇത് ഭയങ്കര ഭയങ്കര വേഗമാണ് കേട്ടോ, ഭയങ്കര ഓടിക്കണം. ഭയങ്കര നഷ്ടമായിപ്പോയി സുന്ദർ. ഇങ്ങനെ പ്രായപരിധി ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അവളുമാരെ എൻ്റെ കൈ അവളുമാരെ കാണിക്കാനാണ് വന്നത്. പക്ഷെ അവളുമാരെ ഇവിടെ വന്നതിന് ശേഷം കണ്ടേ ഇല്ല, എവിടേക്കോ കയറി ഇറക്കും. ചുണ്ടപ്പം പിന്നെ ഓടി ഇറക്കാൻ പ്രായമില്ലാതെ നമ്മുടെ എളിയിലിരുന്ന് വേണമല്ലോ പുള്ളിക്കെല്ലാം കണ്ടുവരാം. അതുകൊണ്ട് നമ്മൾ അല്ല പുള്ളിയുടെ നാളെ ഇപ്പോൾ പുള്ളിയാണ് ഓടിച്ചിട്ടാണ് ഇത് ഓടിപ്പോകുന്നതാണ്. ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇവിടെ ഉള്ള റൈഡ് തള്ളി. കൊച്ചിനൊക്കെ ഏറ്റിയല്ല അമ്മയെ പോകുന്നു ഇതുകൊണ്ട് തള്ളി മാറ്റി തന്നെ എനിക്കറിയാം. പുള്ളി കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇരുന്നോന്ന് ഇതിന്റെ പുറകില് ഞാനിത് വേണ്ടേ.
കുതിരപ്പുറത്താണ്. കുതിരപ്പുറത്ത് കിടന്ന് കളിക്കണ വലിയ കാര്യമുണ്ട് ഇതിന്റെയൊക്കെ മോന്ത കണ്ടോ നീളം താമസമായി ചേട്ടാ. ഇത് കണ്ടില്ല ജ്യൂസ്. ഇങ്ങനെ കിടന്ന് ഒരു വെള്ളത്തിലെ അവിടെ വന്ന് ചാടി എന്റെ ഊര് പോയി. പിന്നെ ആരോടും പറയാൻ പറ്റില്ല. ആരും തല്ലി നമ്മളെ കയറ്റണല്ലോ. സന്തോഷം ഓടിപ്പോയി കയറല്ലേ.
അതിലേക്കാണ് പോകുന്നുണ്ട് ഒരു രക്ഷയില്ല. ഞാൻ കണ്ണു തുറന്നേ ഇല്ല. ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ഇടയ്ക്കെന്ന് പറയാ, എടി നിന്റെ ഒറ്റ നിർബന്ധമാണ് കയറിയത്. ഇത് കേൾക്കാൻ വേണ്ടി എനിക്ക് സമയമുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ട് വാരി എടുത്ത് അലക്കുവാ. എന്റെ അമ്മോ, അതല്ല എന്റെ അടുത്ത് അതിനകത്ത് കയറുന്നതിന് പറയാനേ, എടി പെണ്ണെ ഇത്ര നേരം എനിക്ക് മുള്ളാൻ മൂട്ടുന്നില്ല. ഇപ്പൊ എനിക്കൊരു മൂത്രശങ്ക പോണേത്. അല്ല ഞാൻ മൂത്രം ഒഴിച്ച് പറഞ്ഞത് ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ. ഇത് നമ്മളെ അടുത്ത കയറാൻ പോണ ഇതാണ്. ഇതില് എന്റെ ചേട്ടായിക്ക് ഭയങ്കര ആഗ്രഹമാണ് കയറുന്നത്. ഒരു സ്ഥിരമില്ലാത്ത സ്വന്തം ആനനെ കണ്ടിട്ട് വന്നാണ്. അതുകൊണ്ടാ ആനക്കൊരു കുഞ്ഞുമ്മ കൊടുക്കാൻ വേണ്ടി സുണ്ടൻ പെടച്ച് കയറുവാണേ. ചുണ്ടു ആനയുടെ വായി കൈവക്കല്ലേ, ആന കടിച്ചു പറിച്ചു. സുണ്ടപ്പ ഒരു ഉമ്മ കൊടുക്കുക ആനക്കുഞ്ഞിനെ.
നേരം ഞാൻ കാണുന്ന ഹാളിൽ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും. ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടർല വന്നപ്പോഴത്തേക്കും ഒരു തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയായി കേട്ടോ. വെട്ടവും ലൈറ്റും മാലകളും കംപ്ലീറ്റ് സാധനമൊക്കെ ഭയങ്കര ഭംഗിയായി കേട്ടോ. ഞങ്ങളിവിടെ കയറി വന്നപ്പോഴേ കാണാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു മാവേലി, കുഞ്ഞൊരു മാവേലി, ഒരു പൊക്കം കുറേ ആളും. അപ്പോൾ എനിക്ക് സമയം കിട്ടിയിട്ടായിരുന്നു. എന്താ കാണാൻ പോയെന്ന് തോന്നുന്നു. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഇവിടെ അങ്ങനെ കഴിഞ്ഞു പോയി. എൻ്റെ മക്കളുടെ ആഗ്രഹവും സന്തോഷമായി അവർക്ക്. ഇതിൽ ആകെ സങ്കടം എന്നാന്ന് ചോദിച്ചാൽ വലിയ വലിയ റൈഡുകളിലൊന്നും കയറാൻ പറ്റിയില്ല. 40 കിലോ ഇല്ല, 38 കിലോ, 2 കിലോയുടെ കുറവുകൊണ്ട് ഇവരതിനൊന്നും കയറി. കാരണം അങ്ങനെ കയറി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്കായി പോകുമെന്ന് അവർക്ക് പേടി. അപ്പം ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പറയുന്ന കാര്യം, ഭക്ഷണം കഴിക്കും മക്കളെ, ഭക്ഷണം കഴിക്കും. ജന്മം ചെയ്ത് ഭക്ഷണം കഴിക്കില്ല. ചില ദിവസം അത്താഴം പോലും കഴിക്കാൻ കിടന്ന് ഉറയിക്കളയും. ഇപ്പം അതിൻ്റെ ഭവിഷ്യത്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒന്നിനും കയറാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് 40 കിലോയിൽ മേലാക്കിയിട്ട് വരുന്നോളെന്ന് പറഞ്ഞ് വാശി എടുത്തിരിക്കണം അല്ലേ? മണി മേടിച്ചില്ലേ? 40 കിലോ ആയിട്ട് നിനക്ക് 40 കിലോ 32 കിലോയുടെ കുറവുകൊണ്ട് കൊച്ചിക്ക് അധികം സാധനത്തൊന്നും കയറാൻ ഭയങ്കര സങ്കടമുണ്ട്. അപ്പനും ഭയങ്കര സങ്കടമായിരുന്നു. മക്കളെ കയറ്റാൻ വന്നിട്ട് മക്കളെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ. പിന്നെ കൂടുതൽ ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ഇവരങ്ങോട്ട് കടൽ പോലെയൊക്കെ സാധനം ഉണ്ടായിരുന്നു. അതിലൊക്കെ കൂടുതൽ റേറ്റിലൊക്കെ കുറച്ചിട്ട് ഇതിലങ്ങോട്ട് കയറി അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താകുമെന്ന് അറിയില്ല, ആൾക്കാർ എങ്ങനെ എന്നോട് പ്രതികരിക്കുമെന്ന് അറിയില്ല. എൻ്റെ മക്കളുടെ ഒരു ആഗ്രഹം കൊണ്ട് ആഗ്രഹം സാധിച്ചു കൊടുത്താണ് കേട്ടോ. അല്ല നമ്മൾ ഒത്തിരി കാശ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആ പൈസ കൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കുകയെന്നൊന്നും തെറ്റിദ്ധരിച്ച് നമ്മൾ മോശമായിട്ട് കാണരുത്. എൻ്റെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അവരെന്നോട് ആദ്യമായി ചോദിച്ചൊരു ആവശ്യമാണ്. അതിനു വേണ്ടി ഞാൻ സഹായിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ. വേറെ എന്നിലും ഒരു തെറ്റും കാണരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ മൊബൈലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ മൊബൈലിൽ കണ്ടിട്ടാണ് ജീവനോട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ ചേട്ടൻ്റെ കടയിലാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പ്രത്യക്ഷമായി വന്ന, പക്ഷെ ആളെക്കാൾ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആകെ ഞെട്ടിപ്പോയി. ഞാൻ മൊബൈലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരു തവണ കണ്ടിരുന്ന മറ്റേ നമ്മുടെ കലൂര് ഒരു ഇതുണ്ടായില്ലേ, സ്റ്റാളുണ്ടായില്ലേ, അവിടെ വെച്ച് അന്ന് കണ്ടു, സംസാരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കയറിപ്പോയപ്പോൾ എടി ആധാരം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അവ ഞാൻ ഇവിടുന്ന് വിളിച്ചിരിക്കുന്നത്. സന്തോഷം. ഒന്ന് ക്ലീൻ ആക്കട്ടെ.
വരുന്നതിന് മുന്നേ ഞാൻ കാണുന്നത് അതാണ് അപ്പൊ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പറയാൻ പറ്റില്ല.